എന്താണ് നിനക്ക് ഇത്രയും തിരക്ക്? അല്ല നീ ഡ്രസ് ഒന്നും ഇടുന്നില്ലേ? എടാ പൊട്ടാ, നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇത്ര പെട്ടെന്ന് കിടന്ന് ഉറങ്ങുന്നേ? നമുക്ക് വല്ലതും കളിച്ചിട്ടൊക്കെ ഉറങ്ങിയ പോരെ? അയ്യടെ പൊളിച്ചോ, നിന്റെ പാറ ചേച്ചിന്റെ ഒരു റൂമ്. ഇതേ എന്റെ റൂമാടാ. ഞാൻ ഉണ്ടായതിനു ശേഷം നിങ്ങളൊക്കെ ഉണ്ടായത്. അമ്പടാ കൊള്ളാലോടാ നിങ്ങള്. ഓ അപ്പോഴത്തേക്ക് ഇത് നിങ്ങളുടെ റൂമങ്ങ് ആക്കിയല്ലേ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, പറഞ്ഞെടുക്ക ഞാന്. എന്താ ചേച്ചി എന്തിനാ എപ്പോഴും അവനിങ്ങനെ വഴക്ക് പറയുന്നേ? ശരി, അവനല്ല നിന്നെ അതിനെല്ലാം പറയണ്ട്. നീയാണല്ലോ അവനിതൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നേ. നിന്റെ അതേ തറുതലയും കുരുത്തക്കായിട്ടുള്ള സ്വഭാവം അവൻ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ചേച്ചി ചുമ്മാ അവനെ വിളിച്ച് പറഞ്ഞിട്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കും. അമ്പടാ, അപ്പൊ എന്റെ കയ്യിൽ നിന്നാടി മാങ്ങ പറിക്കാൻ പോവോ? ആ അടിച്ച വെയിത്ത ഇങ്ങോട്ട് വാടാ, രണ്ടിന്റെ എല്ല് ഞാൻ ഓടിക്കും. അമ്മ ഇവര് രണ്ടുപേരും ഇപ്പൊ ഒറ്റ കെട്ടാമ്മേ. എന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കണമെന്ന്, ഇത് ഇവരുടെ റൂമാന്നൊക്കെയാ ഇവര് പറയുന്നേ. എല്ലാം ഈ പാറു പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മേ. അത് കേട്ടിട്ടാണ് ഈ അപ്പുക്കുട്ടനും തുള്ളുന്നേ. നല്ല ചൂരലിരിപ്പുണ്ട്. അച്ഛനെ ഇന്നാള് വയനാട്ടിൽ ടൂർ പോയപ്പോ കൊണ്ടുവന്നത് എടുത്ത് നല്ല പെട ഞാൻ പടക്കും. മൂന്നിന് എന്റെ അടുത്ത് നിന്ന് കിട്ടും. മുട്ടേനെ കൂടെ വിരിയുന്നുള്ളൂ. അതിന് മുന്നേ ഇവിടെ ഭാഗം വെപ്പ് തുടങ്ങിയ നിങ്ങള് രണ്ടുപേരും അമ്മ ഇവിടെ പുതിയ ടീമൊക്കെ കളിക്കുന്നത് എന്നെ അവർക്ക് ഇഷ്ടല്ല. അതാ നീ കൂടുതലൊന്നും പറയുന്നു വേണ്ട. ഈറ്റിങ്ങളെ സ്വഭാവമൊക്കെ നിന്നെ കണ്ടിട്ട് തന്നെയാ പഠിക്കുന്നത്. നീയാണല്ലോ ഇതുപോലെ ഭാഗം വെപ്പും കാര്യങ്ങളൊക്കെ ആദ്യം ഈറ്റിങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. മക്കളെ അനിയന്മാരും അനിയത്തികളും ഒക്കെ ഉണ്ടാവുമ്പേ ഈറ്റിങ്ങളെ നല്ല വഴിക്ക് വഹിക്കേണ്ട ചേച്ചിമാരുടെ കടമയാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുക്കൊക്കെ വേണം. നീ അതാണോ ചെയ്തു കൊടുക്കുന്നത്? അമ്മ ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നേ? അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും. ഇവരൊന്നും പറയില്ല. അതുകൊണ്ട് ഇവർക്ക് ഇത്ര അഹങ്കാരം. ഇവരെ മാത്രം അമ്മ പുന്നാരിച്ച് വെക്കല്ലേ. അമ്മേന്റെ പുന്നാര മക്കളല്ലേ, അതുകൊണ്ട് ഇങ്ങനെ തലയിരിഞ്ഞു പോയത്. അല്ലാതെ ഞാനൊന്നും പറഞ്ഞു കൊടുക്കായിട്ടല്ല. അല്ലേ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്താൽ അനുസരിക്കല്ലേ രണ്ടെണ്ണം. ഞാനല്ല ചേച്ചിയല്ലേ. എന്നിട്ട് എന്തേലും ബഹുമാനം എനിക്ക് തരുന്നുണ്ടോല്? കണ്ടില്ല ഇപ്പം തന്നെ അമ്മ പറയുന്ന കേട്ടിട്ട് കിളി കിളിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നേ. ചിരിയില്ലേ? ചമ്മി പോയി. മതി. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്ന എന്തിനാ? നല്ലൊരു ദിവസങ്ങളാ വരാൻ പോകുന്നത്. ഈ ദിവസങ്ങളിലൊന്നും വീട്ടിൽ ഇങ്ങനെ വഴക്കും വെക്കാനും ഒന്നും ഉണ്ടാക്കരുത്. നല്ല ദിവസം എന്താ അമ്മേ? 2 ദിവസം ഇനി സ്കൂളില്ല. പിറ്റേന്നാണെങ്കിൽ പുസ്തക പൂജയാണ്. അന്ന് പൂജയ്ക്ക് വെക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് നല്ലോണം ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ നോക്ക്. ശരിയാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ശിവക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെക്കുന്നത് പറഞ്ഞായിരുന്നു. എന്റെ ബുക്ക് അവിടെ വെച്ചാൽ മതി അമ്മേ. അത് നമുക്ക് ആലോചിക്കാം. ആദ്യം 2 ദിവസം നല്ലോണം ഇരുന്ന് പഠിക്ക്, എന്നിട്ട് വേണം പൂജയ്ക്ക് വെക്കാന്. അമ്മ അപ്പൊ പൂജയ്ക്ക് വെച്ചാൽ പിന്നെ ബുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഇല്ലല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ 2 ദിവസം നല്ലോണം പഠിക്കാൻ പറഞ്ഞത്. അമ്മേ എന്നാൽ എന്റെ ബുക്ക് ഇന്നേ പൂജയ്ക്ക് വെക്കുക. പൂജയ്ക്ക് വെക്കുന്നത് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ 2 ദിവസം മുന്നേ പൂജയ്ക്ക് വെച്ചാലേ അധിക ബുദ്ധി ഉണ്ടാവില്ല അമ്മേ. അതുകൊണ്ട് എന്റെ ബുക്ക് ഇന്നോട്ട് തന്നെ പൂജയ്ക്ക് വെക്കാം. ഈ 2 എണ്ണത്തിനെ കൊണ്ട് ഞാൻ തോറ്റ്. പഠിക്കാൻ ഇത്രയും മടിയുള്ള പിള്ളേര് ഈ പഞ്ചായത്ത് പോയിട്ട് ഈ രാജ്യത്ത് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാ പിള്ളേര്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് തന്നെ എന്തിനാ പ്രത്യേകിച്ച് പുസ്തക പൂജ? നിങ്ങൾക്ക് എന്നും പൂജ വെപ്പിന്നല്ലേ? ആ ബാഗിന്നോ ആ ഷെൽഫിന്നോ ബുക്ക് ഏതെങ്കിലും നിങ്ങൾ എടുക്കലുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്നിട്ടാണ് അവരുടെ ഒരു പൂജ വെപ്പിനെ കുറിച്ച് പറയാൻ വരുന്നത്. പൂജ വെപ്പൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് 2 ദിവസത്തേക്ക് പൂജയ്ക്ക് വെക്കുന്നത്. അല്ലാതെ നിങ്ങളെ പോലെ ഒട്ടും തുറന്നു നോക്കാതെ എന്നും പൂജയ്ക്ക് വെക്കുന്നവർക്ക് പ്രത്യേകിച്ച് പൂജേന്റെ ആവശ്യമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് രണ്ടാക്കുന്ന വലിയ പുച്ഛനെയല്ലോ. കേട്ടില്ലേ? അമ്മ പറഞ്ഞ കേട്ടില്ല നിങ്ങള്?
എന്നെ മാതൃകയാക്കിയാൽ മാത്രമേ നിങ്ങൾ രണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. എനിക്ക് 97 മാർക്ക്, 98 മാർക്ക്, 95ന്റെ കൂടുതലേക്ക് കിട്ടിയുള്ളൂ. 95 കുറവായ ഒരു മാർക്ക് എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ ഇതുവരെ 95 വേണ്ട 15എങ്കിലും കടന്നു നിങ്ങൾ രണ്ടാളും. പിന്നെ നീയൊക്കെ 100ൽ 100 വാങ്ങിക്കും തന്നെ. ഞാൻ തലയൊക്കെ മൊട്ടയടിച്ചിട്ട് ഇതിലൂടെ നടക്കും. ചേച്ചി അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് കളയൊന്നും വേണ്ട. ഞങ്ങൾ തീരെ പഠിക്കാതെ എഴുതിയിട്ട് ഞങ്ങൾക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നല്ലോണം പഠിച്ച് എഴുതിയാണ്ടല്ലോ ചേച്ചി ഞങ്ങളെ അടുത്ത് പോലെ എത്തത്തില്ല. അടുത്ത എക്സാമിന് നോക്കിക്കോ, ഞങ്ങൾ രണ്ടുപേരും ചേച്ചിയൊക്കെ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കും. നാശദോശ കണ്ടറിയാം നമുക്ക്. തൽക്കാലം ഈ മിണ്ടാതെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എന്നെ കൊണ്ടൊക്കെ അതേ പറ്റുള്ളൂ. ഞങ്ങളെ കൊണ്ട് എന്താ പറ്റാതെ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ എവിടെ പോയി ഇരിക്കാണാവോ? മനുഷ്യനാണ് വിശന്നിട്ട് വയ്യ. അമ്മയോ? അമ്മ അമ്മേ ഞാനെത്തിയത് കുറച്ചു നേരമായി. എത്ര നേരം നിനക്ക് കിടന്ന് വിളിക്കുന്നേ? കുറച്ച് ചോറ് മീൻകറി ഇങ്ങനെ എടുത്തേ, വിശന്നിട്ട് വയ്യ. ചോറ് മീൻകറിയോ? അതിനിവിടെ മീനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. മീനില്ലെന്നോ? മീൻകറി ഇല്ലാതെ എനിക്ക് ചോറ് ഇറങ്ങത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? അത് അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ അമ്മേ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നാണോ നീ വിചാരിച്ചത്? ഞാൻ ഇന്ന് വരുന്ന പറഞ്ഞിട്ട് തന്നെയാ പോയത്. വേഗം ചെന്നേ കടയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചോണ്ട് വാ. എനിക്ക് എന്തായാലും മീൻകറി ഇല്ലാതെ ഞാൻ ചോറിനത്തില്ല. അയ്യോ അമ്മ, അതിനിവിടെ പൂജന്റെ നോൽമ്പൊക്കെ അവിടെ മീനും ഇറച്ചിയൊന്നും ഇപ്പൊ കേറ്റാറില്ല. അവിടെ ഒരു പൂജാ നോൽമ്പ്, അതൊന്നും ഇവിടെ പറ്റത്തില്ല. എനിക്ക് മീനും ഇറച്ചിയൊക്കെ വേണം. എന്നാ പിന്നെ അമ്മ നോൽമ്പ് കഴിയുന്നവരെ അവിടെ തന്നെ നിന്നോ, അതായിരിക്കും നല്ലത്. ഇവിടെ കുട്ടികൾക്ക് നോമ്പുള്ളത്, അത് മുറിക്കാൻ പറ്റത്തില്ല. ശരി, നിന്റെ പിള്ളേർക്ക് നോൽമ്പുണ്ടെങ്കിലേ അവര് കഴിക്കണ്ട, എനിക്കിതൊക്കെ വേണം. അതെങ്ങനെ അമ്മ നോൽമ്പെടുക്കുന്ന വീട്ടിൽ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക? അമ്മ എന്നൊരു കാര്യം ചെയ്യ്, പോയി ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വാ, ഞാൻ പൈസ തന്നേക്കാം. പിന്നെ നിന്റെ പൈസ വാങ്ങിക്കാൻ വന്നല്ലേ ഞാൻ. നീ ഫോൺ എടുത്ത് ഗോപാലിനെ വിളിച്ചിട്ടേ അവൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാൻ പറ. അത് പിന്നെ അമ്മേ, കുട്ടികൾ കഴിക്കാത്തതല്ലേ, അപ്പൊ വീട്ടിനുള്ളിൽ അത് കേറ്റണ്ടെന്ന് കരുതിയിട്ടാ. മാത്രല്ല കാണുമ്പോ അവർക്കൊരു കൊതി വരത്തില്ലേ? അത് നീ പറഞ്ഞ ശരിയാ. നിന്റെ പിള്ളേരൊക്കെ എന്ത് കണ്ടാലും കൊതിയാ. അവരുടെ നോണയെങ്ങാനും കിട്ടിയാലേ എനിക്ക് വയറുവേദന ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കടയിൽ പോയി തന്നെ കഴിച്ചോളാം. ഇത്ര ദിവസം ഇതിന്റെ ശല്യല്ലേ ഇനിയിപ്പോ ഇത് സ്വൈര്യം തരത്തില്ലല്ലോ മനുഷ്യർ. എന്നാടി അവിടുന്ന് പിറുപിറുത്തോണ്ടിരിക്കുന്നേ? ഞാൻ പോയി വരുമ്പോഴത്തേക്ക് നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെക്ക്. ഇന്ന് സുമമോളുടെ പിറന്നാളാ. ശരി അമ്മേ. നാളെയല്ലേ പുസ്തക പൂജയ്ക്ക് വെക്കേണ്ടത്. അതിന് മുന്നേ വീടും പരിസരവും ഒക്കെ നല്ലോണം വൃത്തിയാക്കണം. അമ്മേനെ മാത്രം നോക്കിന്നാലേ ആവൂല. അമ്മയ്ക്ക് വീടിന്റെ അകത്തെ പിടിപ്പത് പണിയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അതോടെ നമുക്ക് അമ്മേനെ ഒന്ന് സഹായിച്ചു കൊടുക്കാം. ഇവിടെയുള്ള പുല്ലും കളയൊക്കെ പറിച്ചു കളയാ, അടിച്ചു വാരി നല്ല വൃത്തിയാക്കി വെക്കാം. ശരി അച്ഛാ, ഞാൻ പോയിട്ട് അപ്പുക്കുട്ടനെയും കൂടെ വിളിച്ചിട്ട് വരാം. പറഞ്ഞ പോലെ അവനോട് പോയി. അവനെതിരെ എഴുന്നേറ്റില്ല അച്ഛാ, അവനെ ഉറക്കാ. എന്നാ പിന്നെ അവനെ വിളിക്കണ്ട, അവൻ എഴുന്നേക്കുമ്പോ വരട്ടെ.